കണ്ണൂർ പരിയാരത്ത് മണൽ മാഫിയയുടെ ആക്രമണം. പരിക്കേറ്റ എസ്.ഐയുടെ നില അതീവ ഗുരുതരം. പി.വി. കുട്ടൻ ചേരുന്നു. പി.വി., ഏതു തരത്തിലാണ് പരാതി ഉയരുന്നത്? പ്രദീപ്, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പരിയാരം മേഖലയിൽ മണൽ മാഫിയയുടെ പ്രവർത്തനം ശക്തമായതിനാൽ നൈറ്റ് പട്രോളിംഗും അതുപോലെ തന്നെ പുലർച്ചെ ഈ കടവുകളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പരിയാരത്തിനടുത്ത പാറോളിക്കടവ്, ഇവിടെ അനധികൃതമായ മണൽ കടത്താണ് നടക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ മണൽ കടത്തുന്നുണ്ട് എന്നറിഞ്ഞ് പരിയാരം ഗ്രേഡ് എസ്.ഐ കെ.എൻ. രാജന്റെ നേതൃത്വത്തിൽ രാജനും മറ്റൊരു പോലീസുകാരനും ബൈക്കിൽ ഈ കടവിലെത്തുകയായിരുന്നു. മണൽ കടത്തുമ്പോൾ ലോറിയിലേക്ക് കയറി മണൽ കടത്തൽ തടയാൻ ശ്രമിച്ച രാജനെയും കൊണ്ട് ഈ മണൽ മാഫിയയുടെ ലോറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് എസ്.ഐയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ പോലീസുകാർ രാവിലെ ഈ പ്രദേശങ്ങളെല്ലാം അരിച്ചുപെറുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഈ പാറോളിക്കടവിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്ത് റോഡ് സൈഡിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ എസ്.ഐ രാജൻ കിടക്കുന്നത് കണ്ടത്. മണൽ മാഫിയ തടയാൻ ശ്രമിക്കുന്നതിനിടെ സംഘം രാജനെ ആക്രമിക്കുകയും ലോറിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. രാജൻ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പി.വി., മാഫിയയുടെ പ്രവർത്തനങ്ങൾ അത് വിവിധ തലങ്ങളിലാണ്. ഇവിടെ മണൽ മാഫിയയാണെങ്കിൽ സംസ്ഥാനത്തുടനീളം ഇത്തരം കേന്ദ്രീകൃതമായ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ വിപുലമായ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടക്കം ശക്തമായി പോലീസിന് ലഭിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തേക്ക് അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവുക, പരിശോധിക്കാൻ പോകുന്ന എസ്.ഐയെ ആക്രമിക്കുക, അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ മെഡിക്കൽ റിപ്പോർട്ട് വരിക, എത്രമാത്രം ആഭ്യന്തര സുരക്ഷിതത്വം സംബന്ധിച്ച് സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള അവസ്ഥ ഈ സംഭവത്തിൽ നിന്ന് വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായും പ്രദീപ്, വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ, ഇത്തരം മാഫിയകൾക്കെല്ലാം പിന്നിൽ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പ്രത്യേകിച്ച് പരിയാരത്തെ കോരൻപീടിക കേന്ദ്രീകരിച്ചടക്കം ലീഗിന്റെ ക്രിമിനൽ സംഘം വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കേന്ദ്രമാണിത്. ഇവിടെ ആയാലും മാട്ടൂരിലായാലും കണ്ണൂർ ജില്ലയിലെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ മണൽ മാഫിയ സംഘങ്ങളുടെ നേതൃത്വവും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ ലീഗ് നേതൃത്വവും അവിടുത്തെ ലീഗിന്റെ അണികളുമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ നടന്ന എസ്.ഐയെ ഗുരുതരമായി ആക്രമിച്ച സംഭവത്തിൽ പരിയാരത്തെ ലീഗിന്റെ പ്രവർത്തനം ഇവിടുത്തെ മണൽ മാഫിയയുടെ നേതാവുമായ ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ന പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് കർശനമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുമുണ്ട്. ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിലെ പരിസര പ്രദേശങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും എസ്.ഐയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പ്രദീപ്, കണ്ണൂർ പരിയാരത്ത് മണൽ മാഫിയയുടെ ആക്രമണം, എസ്.ഐയുടെ നില അതീവ ഗുരുതരം എന്ന റിപ്പോർട്ടുകൾ. പി.വി. കുട്ടൻ, കോഴിക്കോട് നിന്ന്.